മലയാള വെബ് സീരീസ് ചരിത്രത്തിലെ ഒരു പുതിയ എൻട്രിയാണ്. ഗംഭീരമായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അഭിനയിച്ച ആളെന്ന നിലയിൽ മാത്രമല്ല, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടാവും. നല്ല സീരീസാണ്, ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റിയ സീരീസാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് വാസ് ഫാന്റാസ്റ്റിക്. എല്ലാവരും ഡെഫിനറ്റ്ലി ഈ സീരീസ് ബിഞ്ച് വാച്ച് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. ബിക്കോസ് ഞങ്ങൾ ബിഞ്ച് വാച്ച് ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്ന ഒരു സീരീസ്. പിന്നെ എടുത്ത് പറയുമ്പോൾ ഈ വെബ് സീരീസ് പ്രസന്റ് ചെയ്തേക്കുന്നത് ജിത്തു സാറാണ്, ജിത്തു ജോസഫ് സാർ. അപ്പോൾ എക്സ്പീരിയൻസ് ഞാൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, നല്ല എക്സ്പീരിയൻസ്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്, അപ്പോൾ അതിൽ വലിയ സന്തോഷം. മലയാളത്തിൽ നിന്നൊരു ഗംഭീര സാധനം വന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ജിത്തു ജോസഫ് ആ പേര് നിരാശപ്പെടുത്തിയിട്ടില്ല. ഗ്രിപ്പിംഗ് ആയിരുന്നു, എസ്പെഷ്യലി ക്ലൈമാക്സിലോട്ട് വരുമ്പം നമുക്ക് ചോദ്യങ്ങൾ എല്ലാത്തിനും ആൻസർ തന്ന് എൻഡ് ചെയ്ത പോലെ തോന്നി. അടിപൊളിയാണ്, എല്ലാവരും മസ്റ്റ് വാച്ചാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഉഗ്രനായിരുന്നു. അതായത് ആദ്യം മുതൽ തുടങ്ങുന്ന ഒരു വിനായകൻ്റെ സ്റ്റോറി, തിരക്കഥ സംഭാഷണം വിനായകൻ്റെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അത് അടിപൊളിയായിട്ടുണ്ട്. ആ ഫസ്റ്റ് ഡയറക്ടർ സുമേഷ് ആദ്യമായിട്ട് ചെയ്യുന്ന ഡെബ്യൂ ഡയറക്ഷനാണ്, അതും സൂപ്പറായിട്ടുണ്ട്. പിന്നെ ദിവ്യയുടെ ചേട്ടൻ്റെ മോളാണ് റോസലിൻ മെയിൻ ക്യാരക്ടർ, അതും ശരിക്കും ജീവിക്കുകയായിരുന്നു എന്ന് പറയാം. പിന്നെ വിനീതേട്ടൻ, മീന, എല്ലാവരും ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. അതിൽ ചെയ്തിട്ടുണ്ട് മ്യൂസിക് വിഷ്ണു ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ തുടക്കം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. നമ്മളിപ്പോൾ ഇത് വെബ് സീരീസ് ആണല്ലോ, നമുക്ക് പെട്ടെന്ന് നിർത്തിപ്പോകാൻ തോന്നാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ്. അതെ 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 നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ കണ്ട എല്ലാവരും ഇറങ്ങിയുള്ളൂ. എല്ലാവരുടെയും അച്ഛനും അമ്മയായാലും ഫാമിലി ഫ്രണ്ട്സ് ആയാലും എൻ്റെ കൂടെ എല്ലാവരുടെയും നല്ല എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്, അപ്പോൾ അതിൽ വലിയ സന്തോഷം. കണ്ടോ? ഗംഭീരമായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അഭിനയിച്ച ആളെന്ന നിലയിൽ മാത്രമല്ല, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടാവും. കാണണം. കണ്ടിട്ട് ഫോണിലാണ് കാണുന്നതെങ്കിൽ ഹെഡ്ഫോൺസ് മസ്റ്റാണ്. ബിക്കോസ് ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് ഇസ് ഭയങ്കര അസാധ്യമായിട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. സുമേഷ് നന്ദകുമാർ ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ വിനായക് ശശികുമാറിന് മലയാളത്തിലെ ആവേശം പകർന്ന പാട്ടുകൾ മാത്രമല്ല, റൊമാൻറ്റിക് പാട്ടുകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും മലയാളികൾ അംഗീകരിച്ചിരിക്കുകയാണ്. ബിഗ് സ്ക്രീനിൽ വന്ന ബിഗ് സ്ക്രീനിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതൊരു സന്തോഷം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിനീത്, മീന, സഞ്ജന, ഹക്കീം, എല്ലാവരും, ദ എൻറ്റയർ ക്രൂ ആൻഡ് ടീം ഡിസേർവ്സ് എ ബിഗ് അപ്ലോഡ്. എൻജോയ് ചെയ്തു. ഈ പറയുന്ന പോലെ ഗ്രിപ്പിംഗ് ആയിരുന്നു, എസ്പെഷ്യലി ക്ലൈമാക്സിലോട്ട് വരുമ്പം നമുക്ക് ചോദ്യങ്ങൾ എല്ലാത്തിനും ആൻസർ തന്ന് എൻഡ് ചെയ്ത പോലെ തോന്നി. സോ യെസ്, ഇറ്റ് വാസ് ഗ്രേറ്റ്. പെർഫോമൻസ് നല്ലതായിരുന്നു. സഞ്ജന, മീനാൻറ്റി, വിനീത് അങ്കിള്, ഹക്കീം ഷാ, ഇതിൻ്റെ ലീഡ് ചെയ്തിരിക്കുന്ന എല്ലാവരും ഒരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ നമുക്ക് കാണുമ്പോൾ, വ്യൂവേഴ്സിന് കാണുമ്പം ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്ത പോലെ തോന്നിയിട്ടുണ്ടായി. യെസ്, താങ്ക് യു. എക്സ്പീരിയൻസ് ഞാൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, നല്ല എക്സ്പീരിയൻസ്. ഒരുപാട് സന്തോഷം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല റെസ്പോൺസ് തന്നെയാണ്. ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദ ടീം ആൻഡ് എല്ലാവരും കാണണം ജിയോ ഹോട്ട്സ്റ്റാറിൽ സീക്രട്ട് സ്റ്റോറീസ് ഓഫ് റോസ്ലിൻ. ഗംഭീരമായിട്ടുള്ളൊരു വർക്കാണ്, ഒരു ബ്രില്യൻറ്റ് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഡിറക്ഷൻ ആയാലും ഒരു ഡെബ്യൂ ഡയറക്ടറാണ്, പക്ഷേ ഒരു ഡെബ്യൂ ഡയറക്ഷൻ നമുക്ക് ഒരു തലത്തിലും ഫീൽ ചെയ്യാതെ അത് ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നു. വളരെ കൈയടക്കമുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേ, മ്യൂസിക്, ക്യാമറ എല്ലാം ചേർത്ത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു സീരീസ് തന്നെയാണ് റോസ്ലിൻ. സത്യം
ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും അടിപൊളിയാണ്. ആൻഡ് ഇറ്റ്സ് യുനോ എൻ എക്സ്ട്രാ ലെയർ ടു ദ സീരീസ് ആണ്. അപ്പോൾ അത് നല്ലോണം വർക്കായിട്ടുണ്ട്. ഓ, അതെങ്ങനെ പറയാം, അത് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും. എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. പക്ഷേ കുറേ സർപ്രൈസിങ് എലമെൻറ്റ്സ് ഉണ്ട്. ഭയങ്കര എന്താ ഒരു മിസ്റ്റീരിയസ് അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനാണ്. The one who had heart attacks with us, no? ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഞെട്ടിയവരാണ്. എന്തായാലും ഞങ്ങൾ സ്പോയിലർ അലേർട്ട്സ് ഒന്നും തരുന്നില്ല. എല്ലാവരും ഡെഫിനറ്റ്ലി ഈ സീരീസ് ബിഞ്ച് വാച്ച് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. ബിക്കോസ് ഞങ്ങൾ ബിഞ്ച് വാച്ച് ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്ന ഒരു സീരീസ്. അപ്പോൾ ഇതിൽ ശരിക്കും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാൻ ഓരോന്നോരോന്ന് പറ്റില്ല. ബ്രില്യൻറ്റ് മേക്കിംഗ്, ജീത്തു ജോസഫ് ഷോ റണ്ണർ എന്ന് പറയുന്നതിൻ്റെ എല്ലാ ഹൈ ക്വാളിറ്റി മേക്കിംഗ് ഇതിൽ കാണാം. വി ലവ് ദ ആക്ടിങ്, മ്യൂസിക്, Cinematography, everything. It is perfect. ബ്യൂട്ടിഫുൾ. ആക്ച്വലി പ്രൗഡ് മൊമെന്റ്. ഏതാ കിളിയൊക്കെ പണ്ടേ പോയതാണല്ലോ. സൂപ്പർബാണ്. അമേസിങ് പെർഫോമൻസ്, അമേസിങ് ഡയറക്ഷൻ, അമേസിങ് എന്താ ക്യാമറ എല്ലാം. നമുക്ക് ഭയങ്കര ഹെവി ആയി തോന്നുന്ന ഒരു സിനിമയാണ്. പേടിയാവും, പ്രത്യേകിച്ച് തിയേറ്ററിൽ കണ്ടാൽ പേടിയാവും. സിനിമ നമുക്ക് ഫോണിലും മറ്റേതിലൊന്നും കാണാനുള്ളതല്ല. എൻ്റെ സൗണ്ടൊക്കെ കൂടെ ഭയങ്കര ഹെവിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസ് പൂർണ്ണമായിട്ട് തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ആദ്യത്തെ ഹൈ. പിന്നെ എടുത്ത് പറയുമ്പോൾ ഈ വെബ് സീരീസ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് ജീത്തു സാറാണ്, ജീത്തു ജോസഫ് സാർ. അപ്പോൾ അതും പിന്നെ സുമേഷ് എന്ന പുതുമുഖ സംവിധായകൻ നമുക്ക് വളരെ അറിയുന്നൊരു ഫ്രണ്ടാണ്. വിനായക് ശശികുമാറിൻ്റെ സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ, PM ഉണ്ണികൃഷ്ണൻ്റെ ക്യാമറ. അപ്പോൾ ടെക്നിക്കൽ എല്ലാ ഫാക്ടേഴ്സും, മ്യൂസിക്കും വിഷ്ണു ശ്യാമിൻ്റെ മ്യൂസിക്, അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സൈറ്റ് ചെയ്ത ഫാക്ടേഴ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ കയറുമ്പോഴാണ് പിന്നെ അഭിനേതാക്കളുടെ പെർഫോമൻസ് ഞാൻ ട്രെയിലർ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഡയറക്റ്റ്ലി ഞാനിത് ആദ്യമായിട്ടാണ് ഇതിനെപ്പറ്റി ഒരു സംഭവം കാണുന്നത്, അപ്പോൾ വിഷ്വൽ കാണുന്നത്. അപ്പോൾ അതിഗംഭീരമായിട്ടാണ്. ഇതിൽ സഞ്ജന എന്ന് പറഞ്ഞ ആക്ട്രസിൻ്റെ ആണ് പുള്ളിക്കാരി. എനിക്കൊന്ന് മൂത്തോണിൽ നമ്മളെല്ലാം ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം ചെയ്ത ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ അവരുടെ അടുത്തൊരു റോൾ അതിഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഹക്കീം ഷാ, വിനീതേട്ടൻ, മീന മാം. ഞാനിപ്പോൾ അതിനെപ്പറ്റി അധികം പറയുന്നില്ല, കാരണം അതൊരു സ്പോയിലർ ഒന്നും ആവണ്ട. ഇപ്പോൾ സ്പോയിലറും അങ്ങനെയുള്ള ഷെറ്റ്സിൽ ഒരു സ്ലോ ബേണിങ് ഒരു ത്രില്ലറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ OTT തന്നെ ഇത് കാണണം. അപ്പോൾ അത് അവിടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ബിഞ്ച് വാച്ച് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള തമിഴും മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഡ്രിവൻ സബ്ജക്റ്റ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയെ തന്നെ എല്ലാവരും OTT തന്നെ കാണാം. തിയേറ്റർ എക്സ്പീരിയൻസ് വാസ് ഫാന്റാസ്റ്റിക്. എനിക്ക് വിഷമമുണ്ട്, ഇതിൽ മിക്കവരും ഫോണിലാണ് ഇത് എൻജോയ് ചെയ്യാൻ പോകണമെന്ന് ആലോചിക്കുമ്പോൾ. കാരണം ഇത്തരത്തിലുള്ള ഒരു സ്ലോ ബേൺ മിസ്റ്റീരിയസ് ത്രില്ലർ നമ്മൾ ശരിക്കും തിയേറ്റർ ആംബിയൻസിൽ തന്നെ എൻജോയ് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും നല്ലൊരു മേക്കിങ്ങിലുള്ളൊരു മലയാളം സീരീസ് ഈ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം 2026 ചർച്ച പെടാൻ പോണ OTT സീരീസ് തന്നെയായിരിക്കും സീക്രട്ട് സ്റ്റോറീസ് ഓഫ് റോസ്ലിൻ. ആൻഡ് പ്രത്യേകിച്ചും വിനായക് ശശികുമാറിൻ്റെ ഒരു വലിയൊരു കരിയർ, ഒരു വേറെ റൂട്ടാണ് നമ്മൾ ഈ സീരീസിലൂടെ നമ്മൾ കാണുന്നത്. ആക്ടേഴ്സ് വെർ എക്സെപ്ഷണൽ, ഡയറക്ഷൻ കിഡിലൻ, ക്യാമറ ഫാബ്, മ്യൂസിക് എക്സ്ട്രീംലി ഗുഡ്. സോ ഓവറോൾ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക്. ഗംഭീരമായിരുന്നു. എന്താ പറയുക, ഒരു നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു സ്ക്രിപ്റ്റാണ്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അടുത്തത് എന്താ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും. അത്ര ഗംഭീരമായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നത് നമ്മുടെ സിനിമ വളരെയധികം പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് OTT കാരണം. അതിൽ പറയേണ്ട കാര്യം, എല്ലാവരും വിചാരിക്കുന്നത് സിനിമ OTTയിൽ വരുമ്പോൾ കാണാം എന്നാണ്. അവരോട് നിങ്ങളാണ് പറയേണ്ടത്, OTT തിയേറ്ററിൽ ഹിറ്റായ സിനിമകൾ മാത്രമേ OTT എടുക്കാറുള്ളൂ. അപ്പോൾ അതൊരു ഡബിൾ എഡ്ജ് വേർഡാണ്. മലയാളത്തിൽ നിന്നൊരു ഗംഭീര സാധനം വന്നിട്ടുണ്ട്. എല്ലാവർക്കും ശനി ഞായർ ദിവസത്തിൽ ഇരുന്ന് രസകരമായിട്ട് ഒരുമിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിലൊക്കെ കൂട്ടുകാരോടൊക്കെ കാണാൻ പറ്റിയൊരു സാധനമാണ്. ഈ പറയുന്ന പോലെ ജിത്തു ജോസഫ് ആ പേര് നിരാശപ്പെടുത്തിയിട്ടില്ല. വിനായക് ശശികുമാറിൻ്റെ ആദ്യത്തെ എഴുത്താണ്. പാട്ട് എഴുതി ഞെട്ടിക്കുന്ന പോലെ തന്നെ ഇതും എഴുതി ഞെട്ടിച്ചിട്ടുണ്ട്. ത്രില്ലർ എന്ന് പറഞ്ഞ ഒരു ബാഗേജിലിരുന്ന് കാണണ്ട, കണ്ടുവരുമ്പോൾ ഈ ജോണർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അത് നിങ്ങളെന്തായാലും കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ എല്ലാ എപ്പിസോഡുകളും അരമണിക്കൂറൊക്കെ വെച്ചേ ഉള്ളൂ. അപ്പം നമുക്കൊരു 3 മണിക്കൂറാണ് ടോട്ടൽ റൺ ടൈം വരുന്നത്. അപ്പോൾ നമുക്കൊരു സിനിമ കാണുന്ന പോലെ തന്നെ
കണ്ടിരിക്കാൻ ഭയങ്കര എൻഗേജിങ് സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇത് സ്ലോ ബേൺ ഒക്കെ പോലെ കണ്ടു തീർക്കാവുന്നൊരു സാധനമാണ്. ത്രില്ലർ എന്ന് പറഞ്ഞ് അതിനെ ഞാൻ താഴ്ത്തിക്കെട്ടുന്നില്ല. യെസ്, അടിപൊളിയാണ്. എല്ലാവരും മസ്റ്റ് വാച്ചാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്നേ വരെയും ഒരു മൂവി കണ്ടിട്ടില്ലാത്ത മീന ചേച്ചിയുടെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ ഇതുവരെയും കാണാത്തൊരു റോളാണ് പുള്ളിക്കാരിയുടെ. വളരെ വ്യത്യസ്തമെന്ന് നമ്മൾ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിമോ കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. അതിലപ്പുറമായി നമ്മൾ കാണേണ്ടതാണ്. മലയാളത്തിലെ ഒരു ഇതുവരെ വരാത്തൊരു ജോണറിലുള്ളൊരു സംഭവമാണ്. ഫാമിലി ഡ്രാമ, അതുപോലെ സസ്പെൻസ് ഒക്കെ നിറഞ്ഞതാണ്. വ്യത്യസ്തമായിട്ടുള്ള എഡിറ്റിങ്ങും അതുപോലെ ലൈറ്റിങ്ങും ക്യാമറ വർക്ക്, ഡയറക്ഷൻ സൈഡൊക്കെ കൊണ്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട വാച്ച്. നമ്മുടെ മലയാളി സിനിമയിൽ ഐ ആക്ച്വലി ലവ് ഇറ്റ്. ഇന്നത്തെ വാട്ട് എവർ ടെല്ലിംഗ് ലെനോവേഴ്സ്, നമ്മൾ ഈ സീരീസൊക്കെ വി ഹാവ് ടു വാച്ച് ഇറ്റ് ഓൺ തിയേറ്റർ. അതും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒരു പുതിയൊരു ട്രെൻഡിന് നമുക്ക് തുടങ്ങാം. ദാറ്റ് ഓൾ സീരീസ് ഹാവ് ടു ബി ഡൺ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഇൻ തിയേറ്റേഴ്സ്. ഏത് ക്യാരക്ടറോ സ്പിരിറ്റ് ആ ക്യാരക്ടർ അല്ല ഇന്നത്തെ സിനിമയിൽ വിക്രമാദിത്യയിലെ ക്യാരക്ടർ, പിന്നെ സ്പിരിറ്റിന്റെ ക്യാരക്ടർ. അതെ, ശരി ശരി, ഓക്കെ, ബൈ ബൈ.